വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറയുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ട് നമ്മളായിട്ട് എന്തിനാ വെറുതെ ഓരോന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് പറഞ്ഞത്. പിന്നെ ഇന്നലെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ടിപ്സ്, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇന്നലെ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നും കൂടി ഇട്ട് നിങ്ങൾക്കത് ബോറടിക്കില്ലേ ഗൈസ്? നിങ്ങളെ ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വേറൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് കുറച്ച് അധികം മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വലയിടാൻ വേണ്ടി പോകണം. വല ഇങ്ങനെ വീശയല്ല, നമ്മൾ ജസ്റ്റ് ഒരു വല ഇങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് നമ്മൾ കുരുത്തിയിടും. മൂന്നാമത്തേത് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾക്ക് മീൻ പിടിക്കാൻ ചൂണ്ടയും കൊണ്ട് മീൻ പിടിക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇല്ല, ആരും വിഷമിക്കണ്ട. അടുത്തത് ഉറപ്പായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ആരും സന്തോഷമൊന്നും പെടണ്ട കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ ടിപ്സൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കണ്ടേ ഗൈസ്. ഇന്നും പാടത്താണ്, പക്ഷെ നമ്മൾ വേറെ സ്പോട്ടാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറച്ച് പാടം ഒന്നോ രണ്ടോ തോട് അല്ല ഗൈസ്. ഇതിങ്ങനെ നിരന്ന് നടക്കുകയാണ്. അതുമാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാടങ്ങളിലെ രണ്ടാമത്തെ പാടമാണ് ഈ കിടക്കണ പാടം കേട്ടോ. അതും ഇത് ഏക്കർ കണക്കിന് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇത് വേറെ സ്പോട്ടാണ്, പാടമാണെങ്കിലും വേറൊരു സ്പോട്ടാണ്. ഇവിടെ നമ്മൾ കുറേ മീൻ ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടത് എവിടെയാ അറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടത് അവിടെയായിരുന്നു, അവിടെ കാസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുളമൊക്കെ ഇല്ലേ, വലിയ വരാലുള്ള കുളം, അത് അവിടെ ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ സംഭവമില്ലേ, അവിടെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ മീൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതൊക്കെ പോയി കുറേ മീനിനെ കാണാം. പക്ഷേ എവിടെ കണ്ടോ ഓടിപ്പോണുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയല്ലേ പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണത് കാണാൻ. നോക്ക് ഗൈസ്, ഞാൻ ഇവിടുത്തെ മീന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ വിചാരിക്കാത്ത അത്രയ്ക്കും മീനാണ് ഇവിടെ ഉള്ളത്. കണ്ടിട്ടാരും ഞെട്ടരുത്, അത്രയ്ക്കും മീനുണ്ട് ഗൈസ്. കണ്ടാ, ഇത് നോക്ക്. ഇന്നലെ വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ന് കാണാല്ലേ. കണ്ടോ ഇത്രയൊന്നല്ല കേട്ടോ, കുറേ ഉണ്ട് ഗൈസ്. ഒന്നിനും ഇപ്പം കാണാനില്ല. കുറേ വലിയ പരല്, എത്ര വലുതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പരല്. ഇതീ കണ്ടോ, ഇതിൻ്റെ അടിയേക്ക് ഒരുത്തും പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ വലിയ പരലുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഇവിടെയാണ് വലയിടാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് കുരുത്തിയിടാം, ഇവിടെ നമ്മൾക്ക് വലയിടാം കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ ഒഴുക്കുണ്ട് കുറേ. അപ്പം എന്തായാലും ഇതിൽ കൂടെ ഇങ്ങനെ മീൻ വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വലയിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾക്ക് ഈ വലയാണ്. ഇതിൽ കുറച്ച് ഓട്ടകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് മീനൊക്കെ പെടാൻ വേണ്ടി പറ്റും. വേറെ വല ഇട്ട് വെക്കാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾക്ക് ഇട്ട് വെച്ചാലോ മീൻ പെടുമായിരിക്കുമല്ലോ അല്ലേ? ഈ വെള്ളം കാണുമ്പോൾ മീൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ടോ? എനിക്ക് പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ട് ഉണ്ടാവില്ലേ, ഉണ്ടാവണം. നമ്മൾ വലയിട്ട് വെച്ചവിടെ ഇല്ലേ, കുറച്ച് തീറ്റ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക്. അവന്മാരത് തിന്നുമ്പോൾ അവർക്കറിയില്ലല്ലോ ഇവിടെ വല ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ വലയിൽ കുടുങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അവന്മാരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഗായ്സ്. ഒരുത്തം പോണ്ടിട്ടാ, തീ കണ്ട അവൻ ഇപ്പം ഇറങ്ങി. അങ്ങോട്ട് പോകണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ഇറങ്ങി. കണ്ടോ, ഇവിടെ കുറേ ചെറിയ മീനുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. കുറേ എണ്ണം നമ്മുടെ ട്രാപ്പിൻ്റെ മേലെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ ഒരുത്തൻ അവിടെ തീറ്റ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചൂണ്ടിടാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇവന്മാരിങ്ങനെ ആരെങ്കിലും കയറുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അത് നോക്ക്, ഇവിടെ കണ്ടോ, വലിയ പോട്ട മീനാണ്. ഇത് നോക്കി എത്ര, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വലിയ മീൻ പോണു ഗായ്സ്. വലിയ പോട്ട മീനാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഉണ്ടല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. നമ്മൾ പരല് പിടിക്കാൻ വേണ്ടി പോവാണ്. പരൽ മീൻ കേട്ടോ. ഇവിടെ വലിയ പരലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം വരുന്ന ഭാഗ്യശാലി ആരാന്ന് നോക്കാം. ഫസ്റ്റ് ബൈറ്റ് തന്നെ കിട്ടി. കൊത്തുണ്ട് കേട്ടോ, കൊത്തുണ്ട്. ഇപ്പൊ കൊത്തണില്ല, ഇപ്പൊ കൊത്തുണ്ട് ഗായ്സ്. അടുത്തത് ഒരു കടുമീന് കൂടി കിട്ടി. ഇന്ന് നമ്മൾ പൊളിക്കല്ലേ. കൊത്തുണ്ട് കേട്ടോ, നമുക്ക് കുറച്ചുകൂടി കൊത്തട്ടെ. തീറ്റ തിന്നിട്ട് പോയിട്ടോ.
അടുത്തത് കരിപ്പിടി കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ മീനാണ് കേട്ടോ. എന്തടാ ഗൈസ്, നമ്മൾക്ക് ഇനിയും പിടിക്കാം. അങ്ങനെ ഇന്ന് നമ്മൾക്ക് കുറേ മീൻ കിട്ടുന്നുണ്ട് ഗായ്സ്. അടുത്ത മീനും കിട്ടിയിരിക്കുകയാണ്. ഇതേ കണ്ടോ ഗായ്സ്, ഇവിടെ ഒരു പാലം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. കുറച്ച് പൊളിഞ്ഞ പാലമാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടക്കും. നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതില്ലേ ഇവിടെയൊക്കെ കുറേ കുരുവികളുടെ കൂടുണ്ട്. അതുമാത്രമല്ല ഇതേ കണ്ടോ സൂര്യൻ ഇങ്ങനെ നിൽക്കണ്. ഇത് തോട്, അപ്പുറത്തും കുരുവികളുടെ കൂട്. കുരുവിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല സുഖമല്ലേ, അല്ല നല്ല രസമുണ്ടല്ലേ. ഇതേ കണ്ടോ സൂര്യൻ. ഗൈസ്, നല്ല വ്യൂ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, കിട്ടി കുഞ്ഞു പരല് കണ്ടോ, കുഞ്ഞതാട്ടോ. ഗൈസ്, നമ്മൾക്ക് വീണ്ടും ഒരു കടുമീന് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നല്ല നീല കളർ കേട്ടോ അവന്. നമുക്ക് കുറച്ച് വലുതാണ്, നീല കളറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമ്മുടെ കുരുത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഞാൻ 1-2 പോണത് കണ്ടു. പക്ഷേ ഉള്ളിലേക്കാൾ കൂടുതൽ ഇത് ഈ പുറത്താണ് കേട്ടോ. എന്നാലും രാത്രി ആയപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എടുത്തിട്ട് പോവാം. നമ്മൾക്ക് മീനുണ്ടോ നോക്കണം, നമുക്ക് മീനുണ്ടോയെന്ന്. ഗായ്സ്, കുറേ മീൻ ഉള്ളിൽ പോണത് പോലെ തോന്നി എനിക്ക്. ഇനിയിപ്പോൾ അത് തോന്നലാണോ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾക്ക് എടുക്കുന്നോ 4 മീനേ ഉള്ളൂ. എന്തായാലും ഒരു വലിയ മീൻ പെട്ടിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, നമ്മളിന്ന് ഇത്രയും മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്ക്, നമ്മളെ പരല് കുറേ വലിയ മീൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ എടുത്തു വെച്ച വലയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിലെന്തായാലും കിട്ടുന്ന ചാൻസ് ഇല്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കാം. ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ചത് മുടങ്ങിയില്ല ഗായ്സ്. വലയിൽ മീനൊന്നുമില്ല. ഗായ്സ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലൈനിൽ ഇരിക്കുന്ന കുറേ പക്ഷികളുണ്ട്. അവന്മാരെ ജസ്റ്റ് ഒന്ന് പറത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കണം എന്ന ആഗ്രഹമില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കുറേ പേര് ഇതൊന്നും കാണാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇങ്ങനെ ഗ്രാമീണീയമായിട്ടുള്ള കുറേ ക്ലിപ്സൊക്കെ കാണിച്ചു തരുന്നത് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ 3 ലൈനിലായിട്ടില്ലേ കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ഈ പക്ഷിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയുള്ള പക്ഷികളാണ്. നമ്മൾക്ക് അടുത്തെത്താറായി. അയ്യോ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്തെത്താറായി. നമ്മൾ അടുത്തെത്തി ഓർന്ന് വെച്ചാൽ അവന്മാർ പറക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പേടിച്ചിട്ട് പറക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവരെല്ലാവരും കൂടി പറഞ്ഞാൽ ഞാൻ പേടിക്കുമോ അവന്മാർ പേടിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും അടുത്തെത്താറായി. ഇപ്പം എത്തും. പറക്കണ്ട് ഗോയ്സ്, എത്രണ്ണോ പറന്നു പോണു നോക്ക്. എൻ്റെ പൊന്നോ, എന്നെ പേടിയുള്ളവന്മാരൊക്കെ പറന്നു പോയി. എന്നെ പേടിയില്ലാത്തവന്മാർ ഇത് ഇവിടെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവന്മാരെയും കൂടി എനിക്ക് പറത്തണം എന്നാണ് ആഗ്രഹം. ദേ നോക്ക്, അവന്മാർ പിന്നെയും വരുന്നുണ്ട് കേട്ടോ. ഓ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.